ഹലോ വെൽക്കം ടു ലേണിംഗ്. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട് ബോട്ടണിയിൽ. ഒരു മാർക്കാണ് ആ ഒരു ടോപ്പിക്കിന്. അതിൽ രണ്ട് സബ് ടോപ്പിക്കാണ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനും എക്കോസിസ്റ്റം. അതിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോകുന്നു. ഓൾറെഡി ഇതിൻ്റെ ടോപ്പിക്ക് നമ്മൾ ആപ്പിൽ എടുത്തിട്ടുണ്ട്, എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, what is a group of individuals belonging to the same species within an ecosystem called? ഒരു എക്കോസിസ്റ്റത്തിനകത്തുള്ള ഒരു സ്പീഷീസിൽ പെടുന്ന ഒരു കൂട്ടം ഇൻഡിവിജ്വൽസിനെ പറയുന്ന പേരെന്താ? സ്പീഷീസ്, പോപ്പുലേഷൻ, ബയോംസ്, മാനിപ്പുലേഷൻ. ഇതിൽ ഏതാണ് ആ വേർഡ്? പോപ്പുലേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ലുകൾ ചേർന്നിട്ട്, ഒത്തിരി സെല്ലുകൾ ചേർന്നിട്ട് എന്തുണ്ടാവുന്നുണ്ട്? സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാവുന്നുണ്ട്, ഓർഗൻസ് ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവുന്നുണ്ട്, ഓർഗൻ സിസ്റ്റം ചേർന്നിട്ട് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നുണ്ട്, ഓർഗാനിസം, അങ്ങനെ ഒത്തിരി ഓർഗാനിസംസ് ഒരേ സ്പീഷീസിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന്, ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് പറയുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളത് പോപ്പുലേഷൻ പിന്നെ കമ്മ്യൂണിറ്റി ആവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാണ്. അങ്ങനെ ബയോസ്ഫിയർ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ് വിത്തിൻ ആൻ എക്കോസിസ്റ്റം ഈസ് കോൾഡ് പോപ്പുലേഷൻ. ഓക്കെ, ദ പോപ്പുലേഷൻ ഈസ് എ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആഫ്റ്റർ ആൻ ഓർഗാനിസം. അല്ലേ, നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പോൾ ഓർഗാനിസം കഴിഞ്ഞ് അടുത്ത ലെവൽ ആരാ? അത് ഈ പറയുന്ന പോപ്പുലേഷൻ ആണ്. വേരിയസ് ഓർഗാനിസംസ് കം ടുഗദർ ആൻഡ് സ്റ്റാർട്ട് റിസൈഡിങ് അറ്റ് ദ സെയിം പ്ലേസ്. ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗാനിസംസ് ഒന്നിച്ച് വന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ, സെയിം പ്ലേസിൽ തന്നെ അത് റിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോപ്പുലേഷൻ. Second question, what is an attribute of the organism that enables the organism to survive and reproduce in its habitat? ഓർഗാനിസത്തിൽ ഒരു ആട്രിബ്യൂട്ട് ആണ്. അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് ഹാബിറ്ററ്റ്, അതിൻ്റെ ഹാബിറ്ററ്റിൽ അതിന് സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ആട്രിബ്യൂട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹോമിയോസ്റ്റാസിസ്, അഡാപ്റ്റേഷൻ, മൈഗ്രേഷൻ, ഹൈബർനേഷൻ. അഡാപ്റ്റേഷൻ ആണ് അല്ലേ. ഏതൊരു പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഡെസേർട്ടിലുള്ള ചെടികളെ പോലെയല്ല നമ്മുടെ അവിടെയുള്ള ചെടികൾ, തണുപ്പുള്ള ഏരിയയിലുള്ള ചെടികൾ പോലെയല്ല നമ്മുടെ അവിടെയുള്ള ചെടികൾ. എന്തുകൊണ്ടാണ്? ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ അവരുടെ ബോഡിയിൽ തന്നെ കുറേ അഡാപ്റ്റേഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനി ആട്രിബ്യൂട്ട് ഓഫ് ദ ഓർഗാനിസം ദാറ്റ് ഇനേബിൾസ് ദ ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ് കോൾഡ് അഡാപ്റ്റേഷൻ. അപ്പോൾ ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ഹാബിറ്റാറ്റിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആട്രിബ്യൂട്ടാണ് എന്ത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എവല്യൂഷണറി പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതൊരു എവല്യൂഷണറി പ്രോസസ്സാണ്, ഒരു ജനറേഷനിൽ നിന്നും വേറൊരു ജനറേഷനിലേക്കുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് എ ക്യാരക്ടർ ഓർ ഫീച്ചർ ഓർ ട്രൈബ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം ഇൻ എ ഗിവൺ ഹാബിറ്ററ്റ്. ഗിവൺ ഹാബിറ്ററ്റിൽ ജീവിച്ചു പോകാൻ പറ്റിയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ പറയുന്ന അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. By what mechanism does the body compensate for low oxygen availability in altitude sickness? എന്താണ് altitude sickness? ഇങ്ങനെ ഒരുപാട് ഹൈറ്റിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ പല പ്രശ്നങ്ങളും കാണിക്കും അല്ലേ. അപ്പം അങ്ങനെ ബോഡിയിൽ പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സ്വാഭാവികമായിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബോഡി ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തൊക്കെ മെക്കാനിസംസ് ആണ് നമ്മുടെ ബോഡി ഈ പറയുന്ന മുകളിലേക്ക് പോകുന്നതും ഓക്സിജൻ കുറയും, ആ ഒരു ലോ ഓക്സിജൻ അവൈലബിലിറ്റി വരുന്ന സമയത്ത് ബോഡി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ, ഡിക്രീസിങ് ബ്രീത്തിങ് റേറ്റ്, ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ, ഇൻക്രീസ് ഇൻ ദ RBC ഫോർമേഷൻ. ഇതിൽ എന്താണ് ചെയ്യുക? അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ലോ ഓക്സിജൻ അവൈലബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഓക്സിജൻ കുറവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് റേറ്റ് കൂട്ടണം. ഒരുപാട് ബ്രീത്തിങ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഓക്സിജൻ നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡ് ബ്ലഡ് RBC ആണല്ലോ ഈ പറയുന്ന ഓക്സിജനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പറയുന്ന RBCന്റെ ഫോർമേഷൻ അവിടെ എന്തായാലും കൂടണ്ടേ. അപ്പോൾ അവിടെ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. The body compensates for low oxygen availability in altitude sickness by increasing RBC formation that will increase the uptake of oxygen. അപ്പോൾ ഈ പറയുന്ന RBCയുടെ ഫോർമേഷൻ അവിടെ കൂടിക്കഴിഞ്ഞാൽ, ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആവുന്ന സമയത്ത്, അതിന് ലോ ഓക്സിജൻ അവൈലബിലിറ്റി ആവുന്ന സമയത്ത് RBCയുടെ ഫോർമേഷൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ അകത്തേക്ക് അപ്ടേക്ക് ചെയ്യുന്നതും അത് എന്തായിരിക്കും? കൂടും. A person experiences altitude sickness
ഈ പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒരാൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു 3500 മീറ്ററിനേക്കാളും കൂടുതൽ ഹൈറ്റിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ 8000 ഫീറ്റിന് മുകളിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഈ പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒരാൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്ലാന്റ്സ് അഡാപ്റ്റഡ് ടു ഗ്രോ ഇൻ ദ സാൻഡ് കോൾഡ്? സാൻഡിൽ ജീവിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ എന്താണ് പറയുക? അവിടെ ഏത് രീതിയിലുള്ള അഡാപ്റ്റേഷൻ ആണ്? ഹാലോഫൈറ്റ്സ് എന്നാണോ പറയുക, ഹൈഡ്രോഫൈറ്റ്സ് എന്നാണോ പറയുക, മീസോഫൈറ്റ്സ് എന്നാണോ പറയുക, സാമോഫൈറ്റ്സ് ആണോ പറയുക? ഹാലോ എന്ന് പറയുമ്പോൾ ഹാലോജൻ അല്ലെ, ഉപ്പൊക്കെ ഉള്ളതാണ് ഹാലോ. ഹൈഡ്രോ പറയുമ്പോൾ വെള്ളം. അപ്പൊ നമുക്ക് നോക്കാം, എന്താ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, സാമോഫൈറ്റ്സ് ആണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. ദ പ്ലാന്റ്സ് അഡാപ്റ്റഡ് ടു ലിവ് ഇൻ ദ സാൻഡ് ആർ കോൾഡ് സാമോഫൈറ്റ്സ്. ദേ ഹാവ് ആൻ അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. എന്താ അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പുല്ലിൻ്റെയൊക്കെ വേര് എങ്ങനെ ഉണ്ടാവുക അല്ലേ, അതിനാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം പറയാം. ദേ ആർ ഓൾസോ ഫൗണ്ട് അലോങ് സീസ്. ഈ പറയുന്ന സീകളുടെ അരികിൽ കൂടെയൊക്കെ ഇത് കാണാറുണ്ട്. അതേപോലെ തന്നെ സാൻഡ്സ് അലോങ് റിവേഴ്സ് ആൻഡ് ലാർജ് ലേക്സ് വേർ സാൻഡ് ഇസ് അവൈലബിൾ. ഈ പറയുന്ന സാൻഡ് അവൈലബിൾ ആയിട്ടുള്ള പോർഷൻസ് എവിടെയാണ് അവിടേക്കാണ് ഈ പറയുന്ന ചെടികൾ വളരുന്നുണ്ടാവുക. അപ്പോൾ ആ ചെടികളെ പറയുന്ന പേരെന്താണ്? സാമോഫൈറ്റ്സ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലേ. ഫൈറ്റ് നമ്മൾ പ്ലാന്റ് ഹോർമോൺസിന് പറഞ്ഞാൽ എന്താ? ഫൈറ്റോ ഹോർമോൺസ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ചെടികളാണല്ലോ മനസ്സിലാക്കുക. 5. What is the interaction between species in which the fitness of one overpowers the presence and fitness of other called? രണ്ട് സ്പീഷീസ് തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുകയാണ്. അതിൽ ഫിറ്റ്നസ് ഓഫ് വൺ ഓവർപവേഴ്സ് ദ പ്രസൻസ് ആൻഡ് ഫിറ്റ്നസ് ഓഫ് അതർ. ഇവിടെ ഒന്നിന്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഇന്ററാക്ഷനെ പറയുന്ന പേരെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കുറെ ഇന്ററാക്ഷൻസ് എന്തൊക്കെയാന്നുള്ളത്. ഇന്ററാക്ഷൻസ് ഏതൊക്കെയാ വരിക? മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പ്രഡേഷൻ, പാരസൈറ്റിസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ല ഏതാണ് ഈ പറയുന്ന ഇന്ററാക്ഷൻ ഉള്ളത് നോക്കാം. ഓപ്ഷൻ എ കോമ്പറ്റീഷൻ ആണ്. ഇൻ കോമ്പറ്റീഷൻ ഇന്ററാക്ഷനിൽ ഫിറ്റ്നസ് ഓഫ് വൺ ഓർഗാനിസം ഓവർ പവേഴ്സ് പ്രസൻസ് ആൻഡ് ഫിറ്റ്നസ് ഓഫ് അതർ. മറ്റൊന്നിന്റെ അതായത് മറ്റൊന്നിന്റെ ഫിറ്റ്നസിന് ഓവർ പവർ ചെയ്യുന്നു ഏത്? ഒരു ഓർഗാനിസം. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിൽ ഓഫ് സെയിം ഓർ ഡിഫറെന്റ് സ്പീഷീസ് ആവാം, സെയിം സ്പീഷീസ് ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ് ആവാം, ലിവ് ഇൻ ദ സെയിം ഓർ ഡിഫറെന്റ് കമ്മ്യൂണിറ്റി, ഫൈറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ്. അപ്പൊ ഇവര് ഒരേ കമ്മ്യൂണിറ്റിയിൽ വേറെ കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യും? ഈ പറയുന്ന റിസോഴ്സസിന്റെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ പറയുന്ന കോമ്പറ്റീഷൻ സാധാരണ ഉണ്ടാവുക. അപ്പൊ സെയിം റിസോഴ്സസിന് വേണ്ട ഫുഡിന് വേണ്ടിയിട്ട് തമ്മിലടി നടക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മത്സരിച്ചിട്ട് അവർ നോക്കും. അതിൽ ആ മത്സരത്തിൽ ആരാണ് വിജയിക്കുന്നത് അവര് കപ്പടിച്ചിട്ട് പോകും പറയുന്ന പോലെ അവർക്കാണ് പിന്നെ ആ ഭക്ഷണമൊക്കെ കിട്ടുക. ഓക്കെ, ആ പറയുന്ന റിസോഴ്സസിന് രണ്ടാളും തമ്മിൽ, അതായത് നോർമലി ധാരാളം ഫുഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് വരുമ്പോഴാണ് ഈ പറയുന്ന കോമ്പറ്റീഷൻ വരുന്നത്. അതായത് റിസോഴ്സസ് വളരെ കുറയുന്ന സമയത്ത് രണ്ടുപേർക്കും ഫുഡ് കിട്ടണം. അപ്പൊ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരനായിട്ട് മാറാണ് ചെയ്യുക അതിൽ. 6th question, what is the biological interaction between organisms of different species ആണ് in which each individual receives benefit ഉണ്ട്. അതിൽ രണ്ടുപേർക്കും ഒരേപോലെ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. മറ്റേത് പറയുന്ന സമയത്ത് ദോഷം ഉണ്ടാകുന്നുണ്ടല്ലോ, ഇവിടെ അങ്ങനെയല്ല. രണ്ടാൾക്കും ഒരേപോലെ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ബയോളജിക്കൽ ഇന്ററാക്ഷൻ ആണ്? പാരസൈറ്റിസം, കോമ്പറ്റീഷൻ, കമൻസാലിസം, മ്യൂച്വലിസം. ഓപ്ഷൻ ഡി മ്യൂച്വലിസം ആണ് കേട്ടോ. അപ്പൊ മ്യൂച്വലിസം എന്ന് പറയുന്ന ബയോളജിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഓർഗാനിസംസ് ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ആണ് ഇൻ വിച്ച് ഓരോ ഇൻഡിവിജ്വലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. ഇതൊരു പോസിറ്റീവ്ലി ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. രണ്ട് ഓർഗാനിസംസും ബെനിഫിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വെച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതായത് പോസിറ്റീവ് ആയിട്ടുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ളത്, സീറോ, ന്യൂട്രൽ ആയിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു ടേബിൾ മറക്കാതെ പഠിക്കാം കേട്ടോ. അപ്പോൾ 7th question, which relationship does an orchid growing as an epiphyte on a tree describe? നമ്മൾ ഓർക്കിഡ് ഒരു ട്രീയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് പറയാം, ഏത് രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണെന്ന് അത് ചോദ്യം. കമൻസാലിസം, മ്യൂച്വലിസം, പാരസൈറ്റിസം, അമൻസാലിസം. ഏതാണ് അത്? കമൻസാലിസം ആണ് കേട്ടോ. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ an orchid growing on epiphyte is an example of commensalism. Epiphytes grow on trees for ഈ പറയുന്ന എപ്പിഫൈറ്റുകൾ ട്രീകളിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എയറിനും സൺലൈറ്റിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ സംഭവം അവിടെ വളർന്നു എന്ന് പറഞ്ഞിട്ട് ആ ചെടികൾക്ക് യാതൊരു രീതിയിലുള്ള ഹാമും ഉണ്ടാക്കുന്നില്ല. അനദർ എപ്പിഫൈറ്റ് ഗ്രോയിങ് ഓൺ ട്രീസ് ഈസ് എ ഫേൺ. ഇതുപോലെ മറ്റൊരു എപ്പിഫൈറ്റിനൊരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് ഫേൺ ആണ്. പക്ഷെ ഇത്തിൽക്കണ്ണി അങ്ങനെയല്ല. ഇത്തിൽക്കണ്ണി പാരസൈറ്റിസം വരും. കാരണം ഇത്തിൽക്കണ്ണി വന്നു കഴിഞ്ഞാൽ ആ ചെടിക്കും അത് ദോഷമാണ്. പക്ഷെ ഈ പറയുന്ന എപ്പിഫൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അവർ ജസ്റ്റ് അവർക്കൊരു നിൽക്കാനൊരു സ്ഥലം അത്ര മാത്രമേ ഉള്ളൂ.
Which of the following correctly tells about population density at time t1 t+1? അതായത് ഇപ്പോൾ ടി എന്ന് പറഞ്ഞ ടൈമിൽ ഉള്ള പോപ്പുലേഷൻ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അല്ലേ, ഒരു t+1 മറ്റൊരു ടൈം എടുക്കുന്ന സമയത്ത് അവിടെയുള്ള പോപ്പുലേഷൻ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം t+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടൈമല്ല, പിന്നീട് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും. കാരണം എങ്ങനെയൊക്കെയാണ്, ഒന്നുകിൽ അവിടെ ആരെങ്കിലും ഒക്കെ കുറേ പേര് ജനിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കുറേ പേര് മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവിടെ എണ്ണത്തിൽ വ്യത്യാസം വരുമല്ലോ. പിന്നെ കുറേ പേര് ഇമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, കുറേ പേര് എങ്ങോട്ടോ പോയിട്ടുണ്ടാവും, എമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിന് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഫോർമുല എന്താണ്, ബർത്ത് റേറ്റ് ആണ് ബി. അപ്പോൾ ബർത്ത് റേറ്റ് കാരണം നമുക്ക് എന്താണ് അവിടെ കൂടുതൽ ചെയ്യാം. അതേപോലെ ഇങ്ങോട്ട് വരുന്നതാണ് ഈ ഇമിഗ്രേഷൻ വരണം, അപ്പോൾ ഐ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഡെത്ത് റേറ്റ് കാരണം അവിടെ കുറയാണ് ചെയ്യുക, എമിഗ്രേറ്റ് എങ്ങോട്ട് പോകുമ്പോഴും അവിടെ കുറയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഏതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മുമ്പുണ്ടായിരുന്ന ടി ടൈമിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിയേക്കാൾ എങ്ങനെയൊക്കെ കൂടി, ബർത്ത് വെച്ച് കൂടി, ഇമിഗ്രേഷൻ വെച്ച് കൂടി, പക്ഷേ ഡെത്ത് വെച്ച് കുറഞ്ഞു, എമിഗ്രേഷൻ വെച്ച് കുറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം t+1 is given as Tn t+1 is equal to nt plus b plus i minus d plus c. ഇവിടെ nt എന്ന് പറയുന്നത് പോപ്പുലേഷൻ അറ്റ് ടൈം ടി ആണ്, ബി എന്ന് പറയുന്നത് നാറ്റാലിറ്റി അഥവാ ബർത്ത് റേറ്റ് ആണ്, ഐ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആണ്, ഡി എന്ന് പറയുന്നത് ഡെത്ത് റേറ്റ് അഥവാ മോർട്ടാലിറ്റി ആണ്, പക്ഷെ അതുപോലെ ഇ എന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. വാട്ട് കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് മ്യൂച്വലിസം? മ്യൂച്വലിസം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ്? മ്യൂച്വലിസം പറയുമ്പോൾ രണ്ടാളും ഒരു മ്യൂച്വൽ ആയിട്ട് നിൽക്കുകയാണ്, രണ്ടാൾക്കും ഒരേപോലെ ഗുണമുണ്ടെന്നല്ലേ പറയണേ. അപ്പോൾ അത് നെഗറ്റീവ് ഇന്റർ സ്പെസിഫിക് വരില്ല, പോസിറ്റീവ് ഇൻട്രാ സ്പെസിഫിക് വരില്ല, നെഗറ്റീവ് ഇൻട്രാ സ്പെസിഫിക് വരില്ല. ഇവർക്കിടയിൽ ഒരു പോസിറ്റീവ് സ്പെസിഫിക്കാണ് വരുന്നത്, പോസിറ്റീവ് ഇന്റർ സ്പെസിഫിക് ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മ്യൂച്വലിസം എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പോസിറ്റീവ്ലി ഡയറക്റ്റഡ് ഇന്റർ സ്പെസിഫിക് റിലേഷൻഷിപ്പ് അല്ലേ, പോസിറ്റീവ്ലി ഡയറക്റ്റഡ് ആയിട്ടുള്ള ഇന്റർ സ്പെസിഫിക് റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ വിച്ച് ഈച്ച് ഇൻഡിവിജ്വൽ റിസീവ്സ് ദ ബെനിഫിറ്റ്. രണ്ട് സ്പീഷീസ് തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലക്ച്വേഷൻ ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി? പോപ്പുലേഷൻ ഡെൻസിറ്റിയിലെ ഫ്ലക്ച്വേഷന് കാരണമായിട്ട് തന്നിരിക്കുന്നത് ഏതിലാണ്? ഈസ്റ്റിവേഷൻ, കാമോഫ്ലേജ്, ഹൈബർനേഷൻ, മോർട്ടാലിറ്റി. ഏതാണത്? മോർട്ടാലിറ്റി ആണ്. ഫ്ലക്ച്വേഷൻ വരും അല്ലെ, മോർട്ടാലിറ്റി പറയുന്ന സമയത്ത് ഡെത്ത് റേറ്റ് ആണ്. മോർട്ടാലിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലക്ച്വേഷൻ ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ കാരണം മോർട്ടാലിറ്റിക്കൊരു, മോർട്ടാലിറ്റി മാത്രമല്ല ബാക്കി ഏതൊക്കെയാണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ അല്ലേ, ഡെത്ത് റേറ്റും അതുപോലെ ബർത്ത് റേറ്റ്, എമിഗ്രേഷനും വരും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോർട്ടാലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡൈഡ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് എ സ്പെസിഫിക് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം പറയുന്ന സമയത്ത് അവിടെയുള്ള ഇൻഡിവിജ്വൽസ് മരിക്കുന്നതാണ് ഈ പറയുന്ന മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമൻസിനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ പെർ ഇയർ. ഒരു ഇയറിൽ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് 1000 എത്ര പേര് മരിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ എടുക്കുമ്പോൾ 1000 നമ്മൾ എടുക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലക്ച്വേഷൻ ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി? പോപ്പുലേഷൻ ഡെൻസിറ്റിക്ക് ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുന്ന തൊട്ട് മുമ്പ് അതേ ചോദ്യം തന്നെയാണ്, പക്ഷേ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. എമിഗ്രേഷൻ, ഏജ് സ്ട്രക്ചർ, മിമിക്രി, കാമോഫ്ലേജ്. ഒന്നും നോക്കണ്ട, എമിഗ്രേഷൻ ആണ് അല്ലേ. എമിഗ്രേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലക്ച്വേഷൻ ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ കാരണം ഈ പറയുന്ന എമിഗ്രേഷൻ ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ. The population density decreases when immigration is more. Immigration പറഞ്ഞാൽ എങ്ങോട്ടോ പോകുന്ന ആൾക്കാരുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും, അതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. എമിഗ്രേഷൻ ഈസ് ആൻ ആക്ട് ഓഫ് ലീവിംഗ് വൺസ് ഓൺ കൺട്രി ആൻഡ് സെറ്റിലിംഗ് ഓർ റിസൈഡിങ് ഇൻ അനദർ കൺട്രി പെർമനൻ്റ്. അതായത് ഇവിടെ നിന്ന് പോയിട്ട് വേറൊരു കൺട്രിയിൽ, നമ്മൾ സ്വന്തം രാജ്യത്ത് നിന്ന് പോയിട്ട് മറ്റൊരു കൺട്രിയിൽ പോയിട്ട് സ്ഥിരതാമസമാക്കുന്ന ആൾക്കാരാണ് എമിഗ്രേഷൻ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുക. അവിടെ പോയി സ്ഥിരതാമസമാണ്, എന്നാലും ഇവിടെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ, അങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. 12th question, what are the plants living in the desert called? ഡെസേർട്ടിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനെ പറയുന്ന പേരെന്താ? ഹൈഡ്രോഫൈറ്റ്സ്, മീസോഫൈറ്റ്സ്, സിയോഫൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്. മീസോഫൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ സിയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോഫോബസ് ആണ്, ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്, അത് ഡെസേർട്സിൽ കാണുന്നതാണ്. അതിന് തിന്നർ ലീവ്സ് ആണ് ഉണ്ടാവുക, ലാർജ് ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ്സ് അവിടെ കാണാം, ലെൻസ് ഷേപ്ഡ് എപ്പിഡെർമൽ സെല്ലുകളാണ് ഉണ്ടാവുക. ദേ ഓൾസോ ഹാവ് ഹൈ ക്ലോറോഫിൽ കണ്ടന്റ് പെർ യൂണിറ്റ് ലീഫ് വോളിയം. ഒരു ലീഫിൻ്റെ ഒരു യൂണിറ്റ് വോളിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹൈ ക്ലോറോഫിൽ കണ്ടന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
മീസോഫൈറ്റുകൾ പറയുമ്പോൾ അതിൽ നമ്മൾ അഡാപ്റ്റേഷൻസ് ഒക്കെ നമ്മൾ നോക്കിയതായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ഏതിലാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി കേട്ടോ. വാട്ട് ആർ ദ ഇൻസെക്ട്സ് ലിവിങ് ഓൺ എ പ്ലാന്റ് സാപ്പ് കാർഡ്? പ്ലാന്റ് സാപ്പിൽ ജീവിക്കുന്ന ഇൻസെക്റ്റുകളെ പറയുന്ന പേരെന്താ? ഫോട്ടോഫാഗസ്, സൈനോഫാഗസ്, ഓട്ടോഫാഗസ്, ഫൈറ്റോഫാഗസ്. ഓപ്ഷൻ ഡി അല്ലേ, ഫൈറ്റോഫാഗസ് ആണ്. ഫൈറ്റോഫാഗസ് ആർ ഇൻസെക്ട്സ് ലിവിങ് ഓൺ ദ പ്ലാന്റ് സാപ്പ്. ഈ ഇൻസെക്ട്സ് എന്ത് ചെയ്യും? ഫ്രൂട്ട്സിനെ അറ്റാക്ക് ചെയ്യും, ഫ്ലവേഴ്സിനെ അറ്റാക്ക് ചെയ്യും, ലീവ്സിനെ അറ്റാക്ക് ചെയ്യും, സ്റ്റെമ്മിനെ അറ്റാക്ക് ചെയ്യും, റൂട്ട്സിനെ അറ്റാക്ക് ചെയ്യും. ദേ ആർ ഹെർബിവോറസ് ഫീഡിങ് ഓൺ ഹെർബ്സ്. അവർ ഹെർബിവോറസ് ആണ്. ഈ പറയുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹെർബ്സിനെയാണ് അവർ ഫീഡ് ചെയ്തിട്ട് ജീവിക്കുന്നത്. 14th question. Who dominates on the rocky sea coast of Scotland? ഇത് നമ്മുടെ എക്സാമ്പിളായി പറഞ്ഞതാണ് അല്ലേ. റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിൽ ആരായിരുന്നു ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഷാർക്ക് ആയിരുന്നോ? അക്വാറ്റിക് പ്ലാന്റ്സ് ആയിരുന്നോ? ലാർജർ ആൻഡ് കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ബർണക്കിൾ ബാലാനസ് ആയിരുന്നോ? സ്മോളർ ബർണക്കിൾ ചാത്തമാലസ് ആയിരുന്നോ? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് അല്ലേ. ലാർജർ ആൻഡ് കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ബർണക്കിൾ ബലാനസ് എന്ത് ചെയ്തു? ഡോമിനേറ്റ്സ് ദ റോക്കി കോസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. അപ്പോൾ ഇത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് സ്മോളർ ബർണക്കിൾ ചാത്തമാലസ് എന്ന് പറയുന്നത് ആ ഒരു സോണിൽ നിന്ന് അവർ എക്സ്ക്ലൂഡഡ് ആയിപ്പോയി, അവരെ അവിടെ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഓഫ് എന്താണ്? കോമ്പറ്റീറ്റീവ് റിലീസ് ആണ്. ഇതിന് പറയുന്ന പേരാണ് കോണേഴ്സ് എലഗന്റ് ഫീൽഡ് എക്സ്പീരിയൻസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതേ ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.